ഹായ് ഗെയ്സ്, നല്ല ടേസ്റ്റി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിലേക്ക് ആവശ്യമുള്ളത് ഉഴുന്നുപരിപ്പാണ്. ഇവിടെ ഞാൻ 2 കപ്പ് ഉഴുന്നുപരിപ്പാണ് എടുത്തിരിക്കുന്നത്. നല്ല ഇനം ഉഴുന്ന് തന്നെ നോക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിലേക്ക് ഒരു 3-4 മണിക്കൂർ നേരത്തേക്ക് ഇത് നമുക്ക് കുതിർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. കുറച്ച് വെള്ളമൊഴിച്ച് കുതിർത്ത് വെക്കുക. എങ്കിൽ മാത്രമേ സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട കിട്ടുകയുള്ളൂ. പിന്നീട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2-3 ചെറിയ ഇഞ്ചിയും കൂടി ചേർത്ത് ഒരു കോഴ്സ് പേസ്റ്റായിട്ട് വേണം അരച്ചെടുക്കാൻ. വെള്ളം അധികം ചേർക്കാനേ പാടില്ല. അരയ്ക്കുമ്പോൾ ഈ ഒരു കോഴ്സ് പേസ്റ്റിനെ പിന്നീട് നമ്മളൊരു ഫോർക്ക് യൂസ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇതിൽ എയറിനെ കളയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോഴായിരിക്കും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട കിട്ടുന്നത്. പിന്നീട് ഇതിലേക്ക് 2 ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. കൂടാതെ തന്നെ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ ആവശ്യാനുസരണമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നീട് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമ്മുടെ കയ്യിൽ വെച്ച് വടയുടെ ഷേപ്പ് ആക്കിയതിന് ശേഷം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഒരു പാനിൽ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. എണ്ണ ചൂടായി വരുമ്പം വടയുടെ ഷേപ്പിൽ ഇതുപോലെ ആക്കി എണ്ണയിലിട്ട് തിരിച്ചും മറിച്ചുവിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ നല്ല തീ വളരെ കുറച്ചായിരിക്കണം ഇടേണ്ടത്. ഈ ഒരു കളറാകുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചിടാം. അങ്ങനെ നല്ല 2 വശവും നല്ലതുപോലെ ക്രിസ്പിയായി നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വട കിട്ടിയിരിക്കുകയാണ്. ഇത് കുട്ടികളുടെ ടിഫിൻ ബോക്സിലും ടീ സ്നാക്കായിട്ടും ഈവനിങ് സ്നാക്കായിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. കോക്കനട്ട് ചട്നിയുടെ കൂടെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത്. പിന്നീട് ഇത് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ഉണ്ടാക്കുന്നതാണ്. ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കൂ. താങ്ക് യു.